ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററാണ്. അപ്പം അതിൽ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫിഫ്ത്ത് ആയിട്ട് വരുന്ന സ്റ്റെപ്പാണ് ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ടു എ വെക്ടർ. അപ്പം ഒരു വെക്ടറിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഡിസൈർഡ് ജീൻ എങ്ങനെയാണ് ലിഗേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോസസ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ക്ലോണിംഗ് വെക്ടേഴ്സ് ആണ്. അപ്പം നമ്മൾ ആദ്യം എന്താണ് ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പഠിക്കാം. നമ്മൾ വെക്ടർ എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മളത് എന്തിന്റെ കേസിലാണ് പഠിച്ചിട്ടുള്ളത്? ഈ അസുഖങ്ങളൊക്കെ മറ്റൊരു ഓർഗാനിസത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ വെക്ടേഴ്സിനെ പഠിച്ചിട്ടുള്ളത്. നമ്മൾ സെസേഫ്ലൈനെ കുറിച്ചൊക്കെ +1 പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു മൈക്രോ ഓർഗാനിസം, ഒരു പാത്തോജൻ വേറൊരു ഓർഗാനിസത്തിൽ എത്തുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൊതുകിലെത്തുന്നു. ഈ കൊതുക് എന്ത് ചെയ്യുന്നു? ഹ്യൂമൻസിനെ ബൈറ്റ് ചെയ്യുമ്പോൾ ഈ കൊതുകിലുള്ള രോഗാണുക്കൾ പാത്തോജൻസ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ എത്തുന്നു, നമുക്ക് അസുഖങ്ങൾ വരുത്തുന്നു. അപ്പം ഇവിടെ ബെറ്റർ ആയിട്ട് ആക്ട് ചെയ്തത് ആരാ? കൊതുക്, മോസ്കിറ്റോ ആണ്. അപ്പം അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ക്ലോണിംഗ് വെക്ടേഴ്സും ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലോണിംഗ് വെക്ടേഴ്സ് പാത്തോജന് പകരം എന്തിനാണ് വേറൊരു ഓർഗാനിസത്തിന്റെ ബോഡിയിലേക്ക് എത്തിക്കുന്നത്? ഡിസൈർഡ് ജീൻ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് ജീനിനെയാണ് പ്ലാസ്മിഡ് വേറൊരു ഓർഗാനിസത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്മിഡിനെ നമ്മൾ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്നു. എന്താണ് പ്ലാസ്മിഡ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പ്ലാസ്മിഡ്സ് ആർ സ്മോൾ സെൽഫ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ഡബിൾ സ്ട്രാൻഡഡ് സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ DNA. ഇത് യൂഷ്വലി കാണാൻ പറ്റുന്നത് എവിടെയാ? ബാക്ടീരിയകളിലാണ്. ബാക്ടീരിയയിൽ കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബാക്ടീരിയയിൽ ഓൾറെഡി അവരുടെ DNA കാണാൻ പറ്റും. ഇത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് കാണുന്ന സർക്കുലർ DNAകളാണ് പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡ് പല ബാക്ടീരിയയിലും പല ഹെൽപ്പുകളാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ചില ബാക്ടീരിയകളിൽ പ്ലാസ്മിഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്ലാസ്മിഡിനെയാണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് ജീനിനെ മറ്റൊരു ഓർഗാനിസത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ചില ഓർഗാനിസംസിൽ, ചില ബാക്ടീരിയകളിൽ 1-2 കോപ്പീസ് ഓഫ് പ്ലാസ്മിഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ചില ബാക്ടീരിയകളിൽ 15 to 100 കോപ്പീസ് പെർ സെൽ. ഒരു സെല്ലിൽ തന്നെ 50 മുതൽ 100 വരെ കോപ്പീസ് ഓഫ് പ്ലാസ്മിഡ് കാണാൻ പറ്റും. അപ്പം ഇത്തരം ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡിലേക്ക് നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള, നമുക്ക് വേണ്ട ജീൻ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ യൂസ്? ഒരു തവണ ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരുപാട് കോപ്പീസ് ഡിസൈർഡ് ജീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇപ്പം നമ്മൾ സയന്റിസ്റ്റ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റിയെടുത്തിട്ടുള്ള ഒരുപാട് പ്ലാസ്മിഡുകളൊക്കെ ഉണ്ട്. അപ്പം ഒരു പ്ലാസ്മിഡിനെ ക്ലോണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രത്യേകതകൾ വേണം. ഒന്നാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഓറേ ആവശ്യമാണ്, സെലക്ടബിൾ മാർക്ക് ആൻഡ് ക്ലോണിംഗ് സൈറ്റ്. അപ്പം ഇതൊക്കെ ഉള്ള ഒരു പ്ലാസ്മിഡിനെയാണ് നമ്മൾ ക്ലോണിംഗ് വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാസ്മിഡ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് PBr322 എന്ന ക്ലോണിംഗ് വെക്ടറാണ്. ഇത് ഈ കൊളയിൽ കാണുന്ന പ്ലാസ്മിഡ് ആണ്. ഈ പ്ലാസ്മിഡിനെ നമ്മൾ രീതിയിൽ എഞ്ചിനീയർ ചെയ്തെടുത്തിട്ടാണ് PBr322 ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്ലാസ്മിഡിനെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ചെയ്ത ഈ ഒരു പ്ലാസ്മിഡിനെ എക്സാമ്പിൾ ആക്കി എടുത്തിട്ട് ക്ലോണിംഗ് വെക്ടറിന് വേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഓർ ORI. ORI എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണ്, ഒരു DNA സീക്വൻസ് ആണ്. ഈ സീക്വൻസ് ആണ് ആ ഒരു പ്ലാസ്മിഡിലെ റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു DNA സീക്വൻസ് ഈ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ ഡിസൈർഡ് ജീൻ, അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ചെയ്ത DNA കൂടെ അതിന്റെ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യും. ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് ദ കോപ്പി നമ്പർ ഓഫ് ദ ലിങ്ക്ഡ് DNA. അതായത് ഒരു ബാക്ടീരിയത്തിൽ എത്ര പ്ലാസ്മിഡ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നതും ഈ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആയിരിക്കും. ഇപ്പം നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജി, DNA ടെക്നോളജിയിലൊക്കെ യൂസ് ചെയ്യുന്ന പ്ലാസ്മിഡിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ആ പ്ലാസ്മിഡ് ഒരുപാട് ക്ലോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെക്ടറിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. സോ PBr322 ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. നമുക്ക് എക്സാമിന് ഈ PBr322 എന്ന പ്ലാസ്മിഡ് വെക്ടേഴ്സ് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇതിലെ ഓരോരോ ഈ മാർക്ക് ചെയ്ത പ്ലേസസ് ABCD എന്ന് കൊടുത്തിട്ട് അവിടേക്ക് എന്താണ് വരുന്നത്, അതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ ഈ PBr322 എന്ന വെക്ടറിന്റെ ഈ പേരും അതിന്റെ
ഡിഫറെൻറ്റ് സൈഡ്സും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് സെലക്ടബിൾ മാർക്കർ. ഒരു പ്ലാസ്മിഡിൽ സെലക്ടബിൾ മാർക്കറും അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സെലക്ടബിൾ മാർക്കർ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു DNA സീക്വൻസിൽ നോൺ ട്രാൻസ്ഫോംഡ് സെൽസിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അതുകൂടാതെ ട്രാൻസ്ഫോംഡ് സെൽസിനെ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് സെലക്ടബിൾ മാർക്കർ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ എന്താണ് ട്രാൻസ്ഫോമന്റ് ആൻഡ് നോൺ ട്രാൻസ്ഫോമന്റ് എന്ന് അറിയണം. അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് റീകോമ്പിനന്റ് ആൻഡ് നോൺ റീകോമ്പിനന്റ് DNA എന്ന് അറിയണം. അതിനുശേഷം നമുക്ക് എന്താണ് ട്രാൻസ്ഫോമന്റ് ആൻഡ് നോൺ ട്രാൻസ്ഫോമന്റ് എന്ന് നോക്കാം. സോ ഒരു റീകോമ്പിനന്റ് DNA എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒരു പ്ലാസ്മിഡിലേക്ക് ഒരു ഫോറിൻ ജീൻ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു DNA ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫോം ചെയ്ത DNA ആണ് റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത്. അപ്പം റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്തായിരിക്കും? ഇപ്പം ഈ പ്ലാസ്മിഡിലേക്കാണ് നമ്മൾ ഈ ഫോറിൻ DNA അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അതിനാണ് റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഫോറിൻ ജീൻ ആഡ് ചെയ്യാത്ത പ്ലാസ്മിഡിനെ നോൺ റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്ന് പറയുന്നു. ഫോറിൻ DNA ആഡ് ചെയ്തിട്ട് ഫോം ചെയ്ത പുതിയ പ്ലാസ്മിഡിനെ റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്നും പറയുന്നു. ഇപ്പൊ നമ്മൾ എന്താണ് നോൺ റീകോമ്പിനന്റ് ആൻഡ് റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്ന് പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ഫോമന്റ് ആൻഡ് നോൺ ട്രാൻസ്ഫോമന്റ് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇത് ഓർഗാനിസത്തിന്റെ ബേസിലാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ബാക്ടീരിയ ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ 3 രീതിയിൽ ഒരു ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഒന്നുകിൽ പ്ലാസ്മിഡ് ഇല്ലാത്ത ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ പ്ലാസ്മിഡ് ഉണ്ടാവാം പക്ഷെ അതിൽ ഫോറിൻ ജീൻ ഉണ്ടായിരിക്കില്ല, അതായത് റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ഉണ്ടായിരിക്കില്ല. മറ്റൊന്ന് പ്ലാസ്മിഡ് വിത്ത് റീകോമ്പിനന്റ് DNA, ദാറ്റ് ഈസ് റീകോമ്പിനന്റ് പ്ലാസ്മിഡ്. അപ്പം ഇതിൽ ആദ്യത്തെ ബാക്ടീരിയ ആണ് നമ്മൾ നോൺ ട്രാൻസ്ഫോംഡ് എന്ന് പറയുന്നത്, അതായത് മാറ്റമൊന്നും വരാത്ത ബാക്ടീരിയ ആണ് നോൺ ട്രാൻസ്ഫോമന്റ്. പിന്നീട് വന്നിട്ടുള്ള 2 പേരെയും നമ്മൾ ട്രാൻസ്ഫോംഡ് എന്ന് പറയും. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് വേണ്ട ഫോറിൻ ജീൻ ഉള്ള ബാക്ടീരിയ ഉണ്ട്, ഒന്ന് ഫോറിൻ ജീൻ ഇല്ലാത്ത ബാക്ടീരിയ ഉണ്ട്, അതായത് റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ഉള്ളതും റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ഇല്ലാത്തതും. ഇതിൽ റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ഇല്ലാത്ത ബാക്ടീരിയ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമന്റ് വിത്ത് നോൺ റീകോമ്പിനന്റ് പ്ലാസ്മിഡ്, ആൻഡ് ഇതിൽ റീകോമ്പിനന്റ് DNA ഉള്ള പ്ലാസ്മിഡിനെ നമ്മൾ പറയുന്നതാണ് ട്രാൻസ്ഫോംഡ് വിത്ത് റീകോമ്പിനന്റ് പ്ലാസ്മിഡ്. സോ ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ? നമുക്കറിയാം ഈ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു ടെൻഡൻസി ഉണ്ടാകും ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരു ഫോറിൻ DNA അല്ലെങ്കിൽ RDNA നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് സംഭവിച്ചേക്കാം? ഈ പ്ലാസ്മിഡ് ക്ലോസ് ചെയ്തേക്കാം. സോ നമ്മൾ ഈ പ്രോസസ് എല്ലാം നടത്തുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിലായിരിക്കും. നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? എൻസൈംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ടെന്നാണ്. അപ്പൊ 100% അങ്ങനെ നടക്കണമെന്നില്ല. അവിടെ എന്ത് ചെയ്യാം? ഇങ്ങനെ ക്ലോസ് ബാക്ക് ചെയ്തിട്ടുള്ള DNA ഫോം ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ DNA ആയിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യാം? റീകോമ്പിനന്റ് DNA ഫോം ചെയ്യാം. അങ്ങനെ പലതും ഫോം ചെയ്യാം. നമുക്കിപ്പോ പഠിച്ച കാര്യം ഒന്നുകൂടെ പറയാം. പ്ലാസ്മിഡ് 2 ടൈപ്പ് ഉണ്ടാവും, റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ആൻഡ് നോൺ റീകോമ്പിനന്റ് പ്ലാസ്മിഡ്. റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോറിൻ DNA അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്ലാസ്മിഡിനെയാണ് റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. നോർമൽ ആയിട്ട് നമ്മൾ ഫോറിൻ DNA ഒന്നും അറ്റാച്ച് ചെയ്യാത്ത പ്ലാസ്മിഡിനാണ് നോൺ റീകോമ്പിനന്റ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. പിന്നീട് ഈ പ്ലാസ്മിഡിനെ നമ്മൾ ഈ ബാക്ടീരിയയിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ ഹോസ്റ്റ് സെൽ ഡു നോട്ട് റിസീവ് എനി വെക്ടറിനെ സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ അതിനെന്താ? നോൺ ട്രാൻസ്ഫോമന്റ് എന്ന് പറയാം. ഈ പറയുന്നത് പ്ലാസ്മിഡിനെ അല്ല, ആ ബാക്ടീരിയത്തിനെയാണ് പറയുന്നത്. അപ്പൊ അതിന് നോൺ ട്രാൻസ്ഫോമന്റ് എന്ന് പറയാം. ഇനിയിപ്പം അത് പ്ലാസ്മിഡിനെ റിസീവ് ചെയ്തേക്കാം. അങ്ങനെ പ്ലാസ്മിഡിനെ റിസീവ് ചെയ്യുകയാണെങ്കിൽ അത്തരം ബാക്ടീരിയത്തെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോമന്റ്. ഇനി ഈ റിസീവ് ചെയ്ത പ്ലാസ്മിഡ് എന്ന് പറയുന്നത് നോൺ റീകോമ്പിനന്റ് ആണെങ്കിൽ, അതായത് അതിൽ ഫോറിൻ DNA ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഡിസൈഡ് DNA ഇല്ലെങ്കിൽ അതിന് നോൺ റീകോമ്പിനന്റ് എന്ന് പറയും. ഇപ്പം ഡിസൈഡ് ജീൻ ഉള്ള പ്ലാസ്മിഡ് ആണെങ്കിൽ അതിന് റീകോമ്പിനന്റ് എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് റീകോമ്പിനന്റ്, നോൺ റീകോമ്പിനന്റ്, ട്രാൻസ്ഫോമന്റ് ആൻഡ് നോൺ ട്രാൻസ്ഫോമന്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെലക്ടബിൾ മാർക്കർ എന്താണെന്ന് നോക്കാം. സെലക്ടബിൾ മാർക്കർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ നോൺ ട്രാൻസ്ഫോമൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എലിമിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. ഇതുകൂടാതെ തന്നെ ഈ ട്രാൻസ്ഫോമന്റിന്റെ ഗ്രോത്തിനെ പെർമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഏത് തരം ബാക്ടീരിയത്തിനെയാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമുക്ക് ആവശ്യമുള്ളത്? നമ്മുടെ ഫോറിൻ DNA ഉള്ള, ഡിസൈഡ് DNA ഉള്ള, അതായത് റീകോമ്പിനന്റ് ആയിട്ടുള്ള DNA ഉള്ള ബാക്ടീരിയത്തിനെയാണ് നമുക്ക് കൾച്ചർ ചെയ്യേണ്ടത്. അപ്പം അത്തരം
ബാക്ടീരിയത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, ട്രാൻസ്ഫോമന്റ്. അപ്പം ഇങ്ങനെ ഈ ട്രാൻസ്ഫോമന്റ് ആയിട്ടുള്ള ബാക്ടീരിയത്തിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നോൺ ട്രാൻസ്ഫോമന്റ് ആയിട്ടുള്ള ബാക്ടീരിയത്തിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ സെലക്ടബിൾ മാർക്കേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ യൂസ്ഫുൾ സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ജീനുകളായിട്ടുള്ള ആംപിസിലിൻ, ക്ലോറോഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ ഓർ കാനമൈസിൻ. ഇത്തരം ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളെയാണ് നമ്മൾ യൂഷ്വലി സെലക്ടബിൾ മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പം പ്ലാസ്മിഡിലേക്ക് ഇപ്പം ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ആഡ് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പം അത് ആഡ് ചെയ്തു, നമ്മളൊരു പ്ലാസ്മിഡ് ക്രിയേറ്റ് ചെയ്തു. ഈ പ്ലാസ്മിഡിനെ നമ്മളൊരു ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ ഇപ്പം ആ ബാക്ടീരിയയുടെ പ്രത്യേകത എന്തായിരിക്കും? ആ ബാക്ടീരിയത്തിന് ആംപിസിലിൻ റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ആംപിസിലിൻ എന്ന് പറയുന്നത് ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. ആംപിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ബാക്ടീരിയയിൽ എത്തിയാലും എന്ത് സംഭവിക്കില്ല, ഈ ബാക്ടീരിയക്ക് ഡെത്ത് സംഭവിക്കില്ല. കാരണം എന്താ, ഈ ഓർഗാനിസത്തിൽ ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ഇതിന്റെ ബേസിൽ നമുക്ക് ബാക്ടീരിയത്തിന് ട്രാൻസ്ഫോംഡ് ആണോ നോൺ ട്രാൻസ്ഫോംഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ ബാക്ടീരിയത്തിൽ പ്ലാസ്മിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഓരോരോ ബാക്ടീരിയ എടുത്തിട്ട് അതിലൊക്കെ ഈ റീകോമിനന്റ് DNA ഉണ്ടോ എന്ന് നമുക്ക് പരീക്ഷിക്കുന്നതിന് പകരം ഈ ആന്റിബയോട്ടിക് ഈ കൾച്ചറിലേക്ക് ബാക്ടീരിയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആംപിസിലിൻ റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയം ഇതിലുണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യും, അവർക്ക് ഡെത്ത് സംഭവിക്കുന്നില്ല. പക്ഷെ ആംപിസിലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത ട്രാൻസ്ഫോം ചെയ്യാത്ത ബാക്ടീരിയകൾക്ക് ഡെത്ത് സംഭവിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, റീകോമിനന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ബാക്ടീരിയകളെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഈ സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ക്ലോണിംഗ് സൈറ്റ്. ക്ലോണിംഗ് സൈറ്റിന്റെ മറ്റൊരു പേരാണ് റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നിഷൻ സൈറ്റ്. ഇതെന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും മനസ്സിലാക്കാൻ പറ്റുന്ന, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന DNA-യിലെ ഒരു സ്പെസിഫിക് സീക്വൻസിനെയാണ് റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ക്ലോണിംഗ് വെക്ടേഴ്സിലും ഇതുപോലെ റെക്കഗ്നിഷൻ സൈറ്റ് വേണം. അങ്ങനെയുള്ള റെക്കഗ്നിഷൻ സൈറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ റെസ്ട്രിക്ഷൻ എൻസൈമിന് ആ പ്ലാസ്മിഡിൽ അല്ലെങ്കിൽ ആ ക്ലോണിംഗ് വെക്ടറിൽ ഒരു സ്ലിറ്റ് അല്ലെങ്കിൽ ഒരു കട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഈ കട്ടിലേക്കാണ് നമ്മൾ ഫോറിൻ DNA അറ്റാച്ച് ചെയ്യുന്നത്. സോ ഓരോ ക്ലോണിംഗ് വെക്ടേഴ്സിന് ഒരു ക്ലോണിംഗ് സൈറ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നിഷൻ സൈറ്റ് ആവശ്യമാണ്. എപ്പോഴും വെക്ടേഴ്സിൽ റെക്കഗ്നിഷൻ സൈറ്റുകൾ വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? യൂഷ്വലി ഓരോ പ്ലാസ്മിഡ് വെക്ടേഴ്സിലും ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കഗ്നിഷൻ സൈറ്റ് മാത്രമേ കാണുള്ളൂ. അതായത് ഒരു പ്ലാസ്മിഡ് വെക്ടറിൽ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു റെക്കഗ്നിഷൻ സൈറ്റ് മാത്രമേ കാണുള്ളൂ. അതെന്തിനായിരിക്കും അങ്ങനെ വരുന്നത്? പ്ലാസ്മിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അപ്പം ഒരു റെസ്ട്രിക്ഷൻ എൻസൈം നമ്മൾ ഈ പ്ലാസ്മിഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇപ്പം ഈ പ്ലാസ്മിഡിൽ ഒന്നിൽ കൂടുതൽ റെക്കഗ്നിഷൻ സൈറ്റ് ഈ റെസ്ട്രിക്ഷൻ എൻസൈമിന് മനസ്സിലാക്കാൻ പറ്റുന്ന സൈറ്റുകൾ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ സൈറ്റുകളിലൊക്കെ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യും. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? DNA എന്ന് പറയുന്നത് സർക്കുലർ സ്ട്രക്ചർ ആണ്. അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ DNA ഫ്രാഗ്മെന്റ്സ് ആയിട്ട് പോകും. നമുക്ക് ആ റൗണ്ട് ഷേപ്പിലുള്ള പ്ലാസ്മിഡ് തന്നെ കിട്ടണം. അപ്പം ഒറ്റ സ്ലിറ്റും ഒറ്റ കട്ടും മാത്രം ഉണ്ടായാൽ മതി. സോ അതുകൊണ്ട് തന്നെ യൂഷ്വലി ഒരു ക്ലോണിംഗ് വെക്ടറിൽ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒരു റെക്കഗ്നിഷൻ സൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാ? ബിക്കോസ് മോർ ദാൻ വൺ റെക്കഗ്നിഷൻ സൈറ്റ് വിത്തിൻ ദ വെക്ടർ വിൽ ജനറേറ്റ് സെവറൽ ഫ്രാഗ്മെന്റ്സ് വിച്ച് വിൽ കോംപ്ലിക്കേറ്റ് ദി ജീൻ ക്ലോണിംഗ്. ഒന്നിൽ കൂടുതൽ റെക്കഗ്നിഷൻ സൈറ്റ് ഉണ്ടാകുമ്പോൾ ഈ വെക്ടർ എന്ന് പറയുന്നത് ചെറിയ ചെറിയ സെവറൽ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അത് ജീൻ ക്ലോണിംഗ് എന്ന പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആക്കും. ഇപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ള പ്ലാസ്മിഡ് ഏതാ? PBr322. അപ്പം PBr322 ഈ കാണുന്നതെല്ലാം തന്നെ റെക്കഗ്നിഷൻ സൈറ്റ് അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റുകളാണ്. അപ്പം ഈ ക്ലോണിംഗ് സൈറ്റുകളൊക്കെ നമുക്കറിയാം ഈ സെലക്ടബിൾ മാർക്കറിലായിട്ടാണ് ഈ ക്ലോണിംഗ് സൈറ്റുകളൊക്കെ വന്നിട്ടുള്ളത്. സോ ഇപ്പം ഇത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തെടുത്തതുകൊണ്ടാണ് ഒരുപാട് റെക്കഗ്നിഷൻ സൈറ്റുകൾ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ BAM-H1 ഉണ്ട്, SAL1 ഉണ്ട്, PVU1 ഉണ്ട്, PST1 ഉണ്ട്. ഇതൊക്കെ ഓരോരോ റെസ്ട്രിക്ഷൻ എൻസൈമിന് മനസ്സിലാക്കാൻ പറ്റുന്ന റെക്കഗ്നിഷൻ സൈറ്റുകളാണ്. ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയം ഏതെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ എൻസൈം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്താ, ഒരു റെക്കഗ്നിഷൻ സൈറ്റ് മാത്രമായിരിക്കും
ആ സമയത്ത് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നിഷൻ സൈറ്റിൽ മാത്രമേ സ്ലിറ്റ് അല്ലെങ്കിൽ കട്ട് ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്മിഡിന്റെ ഈ സർക്കുലാർ സ്ട്രക്ചർ നശിച്ചു പോകുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റിൽ BAM-H1 എന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു എക്സ്പെരിമെന്റിൽ ഈ PBR322 തന്നെ യൂസ് ചെയ്യാം, വേറെ റെസ്ട്രിക്ഷൻ എൻസൈം, ഫോർ എക്സാമ്പിൾ PVU1 എന്ന റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഇത് കളറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതൊരു സർക്കുലാർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഇപ്പൊ നമ്മളിവിടെ ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ വരുന്ന ഈ ഒരു ഭാഗത്ത് കട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഫോറിൻ DNA ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ടെട്രാസൈക്ലിനും കോഡ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് DNA സീക്വൻസ് ആണ് ഇവിടെ വന്നിരുന്നത്. പക്ഷേ അവിടെ നമ്മൾ നമ്മുടെ ഫോറിൻ DNA അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി ആ ഒരു DNA സീക്വൻസ് കംപ്ലീറ്റ്ലി ഡിസ്റപ്റ്റ് ചെയ്തു പോകും. അതായത് ഇപ്പോൾ ഇവിടെ വേറൊരു DNA സീക്വൻസ് ആണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ വരുന്ന ഈ ഒരു പ്ലേസിൽ ഒരു ഫോറിൻ DNA ആഡ് ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഈ ഒരു PBR322 എന്ന വെക്ടറിന് അവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിന്റെ ആ ഒരു പവർ നഷ്ടപ്പെടും. പക്ഷെ അവിടെ എന്തുണ്ടാവും? ഇവർക്ക് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ അങ്ങനെ തന്നെ കാണും. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് അതിനുള്ള ആ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ പവർ നഷ്ടപ്പെടുന്നു. അതിന്റെ റീസൺ എന്താ? ഈ ഒരു DNA സീക്വൻസ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് കോഡ് ചെയ്യുന്ന ആ ഒരു DNA സീക്വൻസ് അവിടെ ഡിസ്റപ്റ്റ് ചെയ്തു. അവിടെ പുതിയൊരു ജീൻ, ഒരു ഫോറിൻ DNA ആഡ് ചെയ്തതാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള റീസൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എങ്ങനെയാണ് ശരിക്കും ഒരു സെലക്ടബിൾ മാർക്ക്, അതിന്റെ റിയൽ ഫംഗ്ഷൻ, അതായത് ഒരു പെർട്ടിക്കുലർ പ്ലാസ്മിഡിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഈ സെലക്ടബിൾ മാർക്കർ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ സ്റ്റഡി ബോട്ടണിയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.